ഹായ് ഗൈസ്, ഇന്ന് നമ്മളെല്ലാവരും കൂടെ ഔട്ടിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകാമെന്നാണ് ആദ്യം പ്ലാൻ ചെയ്തത്. പിന്നെ നമ്മൾ വിചാരിച്ചു അകലെയുള്ള ഏതെങ്കിലും പ്ലേസ് ചൂസ് ചെയ്യാമെന്ന്. നമ്മൾ ഫസ്റ്റ് 6 മണിക്ക് എഴുന്നേറ്റ് 6:30 ഇറങ്ങാമെന്നുള്ള പ്ലാനായിരുന്നു. പക്ഷേ എല്ലാവരും കൂടെ എഴുന്നേറ്റ് വന്നപ്പോൾ 7 മണി 7:30 ആയി. പിന്നെ എന്തായാലും 7:30 നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും. അപ്പോൾ അതും കൂടെ കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അവിടുത്തെ അക്കമാരാട്ടോ, അപ്പോൾ അവരെനിക്കൊരു ഹായ് തന്നാണ്. ഞാൻ ഓൾറെഡി റൂമിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടാണ് ഇറങ്ങിയത്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ വെറുത്തിരിക്കുന്നത്. എനിവേസ്, കം ടു ദ പോയിന്റ്. നമ്മൾ ഇന്ന് പോകുന്നത് മാംഗ്രൂവ് ഫോറസ്റ്റിലേക്കാണ്. ഇവിടെ പോണ്ടിച്ചേരി കഴിഞ്ഞ് തമിഴ്നാടു ഭാഗത്തോട്ട് കടന്നാൽ പിച്ചവാരം എന്ന് പറഞ്ഞൊരു പ്ലേസ് ഉണ്ട്. അവിടെയാണ് ഈ ഒരു സ്പോട്ടുള്ളത്. ഇവിടുന്ന് ഏകദേശം 3.5 മണിക്കൂറുണ്ട് അങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നമ്മൾ ഇത്ര നേരത്തെ ഇറങ്ങാമെന്നുള്ള പ്ലാൻ ചെയ്തത്. സോ ആക്ച്വലി നമ്മൾ ഇപ്പോൾ ഒരു 7:55 ആയി. നമ്മൾ വണ്ടിയിൽ നേരെ കയറ്റി പോവും. നടക്കുന്നില്ലെങ്കിലും നടന്നാൽ ഇന്നൊന്നും എത്തത്തില്ല. സോ നമ്മൾ വണ്ടി എടുത്ത് പോയിട്ട് എന്ത് ചെയ്യും, അവിടുന്ന് ബസ് പിടിച്ച് പോകും. അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. എന്താവും എന്താ അറിയില്ല. എന്തായാലും നല്ല മഴ ഉണ്ട്. ഞാൻ എൻ്റെ പുതിയ ഷൂ ഒക്കെ ഇട്ടിട്ടാണ് ഇറങ്ങുന്നത്. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇത്ര ദൂരത്തേക്കൊക്കെ പോകുന്നത്. കാരണം നമ്മളിവിടെ അടുത്ത് തന്നെ കുറേ സ്പോട്ടുകൾ ഉള്ളതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ ഇങ്ങനെ കറങ്ങി അടിച്ച് നടക്കലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സീനിയേഴ്സിനോടൊക്കെ ചോദിച്ചിട്ട് എങ്ങനെയൊക്കെയാണ് പോകേണ്ടത്, എത്ര മണിക്ക് പോകണം, എത്ര മണിക്ക് എത്തും എന്നൊക്കെ നമ്മൾ ചോദിച്ച് ഡീറ്റെയിൽസൊക്കെ ചോദിച്ചിട്ടാണ് ഈ പോകുന്നത്. പിന്നെ നമ്മൾ പോകുമ്പോൾ എന്തെങ്കിലും നമുക്ക് കൺഫ്യൂഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ ഗൂഗിളിൽ സെർച്ച് ചെയ്യും. പിന്നെ നമ്മൾ അവിടെ ആൾക്കാരോട് ചോദിച്ച് നോക്കും. അങ്ങനെയൊക്കെ അതും ഒരു രസമല്ലേ, നമ്മളിങ്ങനെ ചോദിച്ച് ഇങ്ങനെ പോകുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ നമ്മൾ അറിയാത്തൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ. ഓഫ്കോഴ്സ് നമ്മൾ സേഫ്റ്റി നമ്മൾ ഫസ്റ്റ് നോക്കണം. നമ്മൾ അങ്ങനത്തെ സ്ഥലത്തേക്ക് പോകാറുള്ളൂ. അങ്ങനെ രക്ഷക പിടിച്ച സ്ഥലത്തേക്ക് നമ്മൾ അങ്ങനെ പോകാറില്ല ഒറ്റയ്ക്ക്. ഇതിപ്പോൾ നമുക്ക് കുറേ പേര് നമ്മൾ സീനിയേഴ്സ് ഒക്കെ പോയിട്ട് നല്ല റിവ്യൂ ഒക്കെ പറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ എന്തായാലും നമ്മൾ വീക്കെൻഡ് ആയതുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ യൂണിവേഴ്സിറ്റീൻ്റെ ഫ്രണ്ടിൽ നിന്ന് പോണ്ടിച്ചേരി ബസ് സ്റ്റാൻഡിലോട്ട് നമ്മൾ ബസ് കയറി. എന്നിട്ട് അവിടെ നിന്ന് വേണം നമുക്ക് വേറെ ബസ് പിടിച്ച് നമുക്ക് പോകേണ്ടത് പോണ്ടിച്ചേരി ബസ് സ്റ്റാൻഡിൽ നിന്ന് കടലൂർ ബസ് സ്റ്റാൻഡിലോട്ട്. എന്നിട്ട് അവിടെ നിന്നാണ് നമുക്ക് പിച്ചവാരം അങ്ങോട്ടുള്ള ബസ് കയറേണ്ടത്. പക്ഷെ നമുക്ക് ഇവിടെ കടലൂരിലോട്ടുള്ള ബസ് കിട്ടിയില്ല. നമുക്ക് പകരം ചിദംബരത്തിലോട്ടുള്ള ബസ്സാണ് കിട്ടിയത്. അതെന്ന് പറഞ്ഞാൽ വളഞ്ഞിട്ട് പോണത്. നമ്മൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നമുക്ക് തെറ്റിയതാണ്. അങ്ങനെ നമ്മൾ തപ്പിപ്പിടിച്ച് ബസ്സൊക്കെ കണ്ടുപിടിച്ച് കയറി. എന്നിട്ട് എത്ര മണിക്ക് എത്തുകയെന്ന് അറിയാത്തതുകൊണ്ട് അവിടുത്തെ കണ്ടക്ടറിനോട് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു 1 മണിക്ക് നമ്മളെടുത്തോളാം. ആ ടൈമിൽ അവർ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ടേ എടുക്കുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു 2-2.5 മണിക്കൂറുണ്ട്. അപ്പോൾ ബസ്സിലിരുന്ന് എനിക്ക് പിന്നെ പാട്ട് കേൾക്കാതെ പറ്റില്ല. എനിക്ക് പാട്ട് കേൾക്കാതെ വെറുതെ ഇരുന്ന് തലവേദന എടുക്കും. അപ്പോൾ ഞാൻ ബസ്സിൽ കയറിയപ്പോൾ തന്നെ മുടിയൊക്കെ കെട്ടി വെച്ച് ഇയർഫോണൊക്കെ വെച്ച് സെറ്റാക്കിയിരുന്നു. നമ്മളിരുന്നതാണെങ്കിൽ ഡ്രൈവറിൻ്റെ നേരെ ബാക്കിലുള്ള സീറ്റിലായതുകൊണ്ട് ഇവരാണെങ്കിൽ ഒടുക്കത്തെ ഹോണടിയായിരിക്കും. നമ്മുടെ ചെവി പൊട്ടിപ്പോവും. അമ്മാതിരി ഹോണടിക്കലാണ്. ഇന്നാണെങ്കിൽ എന്നുമില്ലാത്തൊരു മഴയും പെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഭയങ്കര ഇതിലായിരുന്നു അവിടെ എത്തുമ്പോൾ പെരുമഴയാവോ അല്ലേ എന്നൊക്കെ. പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ പുറത്ത് നോക്കിയിരിക്കാൻ വേണ്ടിയിട്ട്. ഈ ടൈമിൽ വെയിലാണെന്നുണ്ടെങ്കിൽ പൊരി വെയിലായിരിക്കും. നമ്മൾ കരിഞ്ഞു പോകും. അതേപോലത്തെ വെയിലായിരിക്കും. അതുകൊണ്ട് അത്ര വലിയ പ്രശ്നം തോന്നിയില്ല. ഈ വെള്ളം ഒരു സാധനം കണ്ടോ, അത് കഴിഞ്ഞാൽ പിന്നെ പോണ്ടിച്ചേരി കഴിഞ്ഞ് നമ്മൾ തമിഴ്നാട് എത്തുന്നിടത്തം അതായത് പോണ്ടിച്ചേരി ബോർഡറിൻ്റെ അവിടെ ഉണ്ടാകുക. അപ്പോൾ പിന്നെ നമ്മൾ തമിഴ്നാട് ഭാഗത്തോട്ട് എത്തിയപ്പോൾ കുറച്ച് മഴയൊക്കെ പെയ്ത് കുറച്ച് കാറ്റും ഇതൊക്കെ വന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മഴയൊക്കെ നിന്ന് ആകാശമൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നു. നമ്മൾ ഇറങ്ങാറായപ്പോഴാണ് വന്നത്. അതുകൊണ്ട് വലിയ ഭാഗ്യമായി. അങ്ങനെ ഇപ്പം നമ്മൾ ചിദംബരം സ്റ്റാൻഡിലുള്ള ഇനി ഇവിടുന്ന് വേണം നമുക്ക് പിച്ചവാരം ബസ് എടുത്ത് പോകാൻ. അപ്പോൾ ഈ ബസ്സാണ് പിച്ചവാരത്തോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് പോയാലെന്ന് വിചാരിച്ചു. പിന്നെ അവിടെ നിന്ന് ഫുഡ് കിട്ടുമെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ എന്തായാലും അവിടെ എത്തിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം പിന്നെ ടൈം കളയണ്ടല്ലോ. എല്ലാവർക്കും നന്നായിട്ട് വിശക്കാൻ തുടങ്ങിയതുകൊണ്ട് നമ്മൾ കുറേ സ്നാക്സ് ഒക്കെ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ അവിടെ എത്തിയിട്ട് മീൽ പോലെ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. ചിദംബരത്ത് നിന്ന് പിച്ചവാരത്തോട്ട് നമുക്ക് 25 റുപ്പീസാണ് ആയത്. ഇപ്പം നമ്മൾ കടലൂരിൽ നിന്നാണ് നമ്മൾ കയറുന്നതെന്നുണ്ടെങ്കിൽ അത്ര പേരില്ല ഐ തിങ്ക്. ഈ ഒരു പിച്ചവാരം എത്താറായപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വില്ലേജ് നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ. നമ്മൾ പോയ ടൈം എന്ന് പറഞ്ഞാൽ മഴ പെയ്യുന്ന ആ ഒരു സമയമാണ്. അപ്പോൾ നമുക്ക് ചെറിയ മഞ്ഞും ആ ഒരു ഉച്ച നേരത്ത് തന്നെ നല്ല തണുപ്പും മഞ്ഞും ഒക്കെ ആയിരുന്നു. അങ്ങനെ പിച്ചവാരം എത്താറായപ്പോൾ ബസ്സിൽ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏറ്റവും ലാസ്റ്റ് സ്റ്റോപ്പാണ് ഈ പിച്ചവാരം എന്ന് പറഞ്ഞാൽ. അവിടെ നിന്ന് തിരിക്കുകയാണ് ചെയ്യുക. അവിടെ എത്തിയപ്പോൾ തന്നെ നമുക്ക് കണ്ടൽ ചെടികളും ബോട്ടും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഫസ്റ്റ് തന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ബോട്ടിനുള്ള ടിക്കറ്റ് വാങ്ങിച്ചു വെച്ചു. ഹായ് ഗൈസ്, നമ്മളിന്ന് വന്നിട്ടുള്ളത് പിച്ചവരമാണ്. നമ്മൾ റോബോട്ട് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് കിട്ടിയ ടോക്കൺ നമ്പർ 89 ആയിരുന്നു. അപ്പോൾ അവിടെ കറൻറ്റ്ലി 18 ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ടൈം ഉള്ളതുകൊണ്ട് എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അവിടെ നിന്ന് ഒരു ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ അടുത്ത് ഫുഡില്ല എന്നാണ് ഫസ്റ്റ് നമ്മൾ സെക്യൂരിറ്റി അങ്കിളിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്.
അങ്ങനെ നെക്സ്റ്റ് എവിടെ നിന്നാണ് ഫുഡ് കഴിക്കാൻ പറ്റുകയെന്ന് വിചാരിച്ച് നടക്കുമ്പോൾ അവിടെ ചുറ്റും അക്കന്മാർ ബോർഡ് പിടിച്ചിട്ട് അവിടെ മീലുണ്ട്, 2 പേർക്ക് 1 മീൽ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഓഫേഴ്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പിന്നാലെ വരുന്നത്. അപ്പോൾ നമ്മൾ ഏതോ ഒരു അക്ക പറഞ്ഞ രീതിയിൽ അവരുടെ റെസ്റ്റോറൻറ്റ് പോയി. വലിയ മെനയൊന്നും ഉണ്ടായിരുന്നില്ല, പിന്നെ അവിടെ ഇതൊക്കെ തന്നെ കിട്ടുള്ളൂ. അവിടുത്തെ ഒരു സാമ്പാറിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ലൈവായിട്ടൊരു ഈച്ചേനൊക്കെ കിട്ടി. നമ്മൾ പിന്നെ അത് മൈൻഡ് ചെയ്തില്ല, നമ്മളത് അതിന് എടുത്തില്ല, വേറെ കറിയൊക്കെ കൊണ്ടുവന്നപ്പോൾ അതിന് എടുത്തത്. അതുകൊണ്ട് നമ്മൾ 2 മീൽ ഓർഡർ ചെയ്തിട്ട് 4 പേര് ഷെയർ ചെയ്ത്, പിന്നെ ബാക്കി 2 പേര് ഫ്രൈഡ് റൈസ്, ചിക്കൻ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തിട്ട് അത് ഷെയർ ചെയ്തു. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കരിമീനാണ് ഓർഡർ ചെയ്തത്. ആ 2 കരിമീനുണ്ട് ഒരു പ്ലേറ്റിൽ, അതാണ് ഓർഡർ ചെയ്തത്. ആ 2 കരിമീനും കൂടെ 150 ആണ് ആയത്. അങ്ങനെ ഞങ്ങൾ കരിമീനും ഇവർ പ്രോൺസും ആണ് ഓർഡർ ചെയ്തത്. പിന്നെ ബാക്കിയുള്ളവർക്ക് ചിക്കൻ ഫ്രൈഡ് റൈസ് ആയതുകൊണ്ട് അവരൊന്നും ഓർഡർ ചെയ്തില്ല. പ്രോൺസ് വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു ഓക്കെ ആയിരുന്നു. പക്ഷേ എൻ്റെ കരിമീൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ കരിമീൻ ഫ്രൈ അത് മാത്രമേ ഇഷ്ടപ്പെട്ടുള്ളൂ കേട്ടോ, വേറെ ഒന്നും ഇഷ്ടപ്പെട്ടില്ല. കറികളും ഒരു ഓക്കെ പോലെയായിരുന്നു, വലിയ മെനൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും ഓക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ. അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് കഴിച്ചിറങ്ങി നേരെ നമ്മുടെ ബോട്ടിംഗ് സെക്ഷനിലോട്ട് പോയി. കാരണം നമ്മൾ 89 ആയിരുന്നു, അവിടെ 18 ഓൾറെഡി എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മളവിടെ അടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റിൽ കയറിയത്, അതുകൊണ്ടാണ് ഇത്ര ലാഗാക്കി നമ്മൾ നിൽക്കുന്നത്. നമ്മളവിടെ എത്തിയപ്പോൾ തന്നെ 91 ആയി. പക്ഷെ നമ്മളെ ഇടയിൽ കയറ്റാമെന്ന് പറഞ്ഞു. നമ്മളവിടെ എത്തിയ ടൈമിൽ മഴ പെയ്യായിരുന്നു. അപ്പോൾ നമ്മൾ ഓൾറെഡി ടിക്കറ്റ് എടുത്തത് കൊണ്ട് നമുക്ക് കയറാൻ പറ്റി, അല്ലാത്തവരൊക്കെ അവിടെ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അങ്ങനെ ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ട് നമ്മൾ നേരെ ബോട്ടിലോട്ട് കയറി. ബോട്ട് നമ്പർ 83 ആണ്, ടോക്കൺ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ലൈഫ് ജാക്കറ്റ് ഇട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി. മഴയായി കഴിഞ്ഞാൽ അങ്ങോട്ട് തോണി തുഴഞ്ഞ് പോകാൻ പറ്റുമെന്ന് അറിയില്ല എന്നാണ് അവിടുത്തെ ആ ഒരു ചേട്ടൻ പറയുന്നത്. നമ്മൾ കയറാൻ നിന്നപ്പോഴത്തേനും മഴ പെയ്തു. മഴ കൂടിയ നമ്മൾ അതിലൂടെ പെയ്യും. മൊയ്തി മരിച്ചത് മറ്റേ ചുരുളി അല്ലാത്ത വരും മഴയില്. നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ വന്നോളൂ. എല്ലാവരും എൻ്റെ വ്ളോഗിനൊരു ഹായ് പറയൂ. ഹായ്. നമ്മൾ ഇറങ്ങാൻ നേരത്ത് മാത്രം ഇല്ലാത്ത മഴ പെയ്തിരിക്കുന്നു. അങ്ങനെ രണ്ടും കൽപ്പിച്ച് നമ്മൾ പോകാമെന്ന് വിചാരിച്ചു. ചെറുതായിട്ട് പെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. അവിടെ എത്തിയ എന്താവും അവസ്ഥ അറിയാത്തതുകൊണ്ട് എന്തായാലും ഇതൊരു വന്നല്ല, ലൈഫ് ജാക്കറ്റ് കിട്ടിയിരുന്നില്ല. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ കയറി. ഫസ്റ്റ് ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ അത് യൂസ്ഡായി. മക്കളെ ഒന്ന് നിന്റെ ബാഗിന്റെ ഫോൺ വെച്ചോട്ടെ. ഈ മഴ കൊണ്ടിട്ട് ഇനി ഞാൻ നീരിറക്കം പിടിച്ച് നിൽക്കുന്നതാണ് മാംഗ്രൂവ് മരങ്ങൾ. അതെന്തുകൊണ്ട് മാംഗ്രൂവ് എന്ന് വിളിച്ചറിയോ? വെള്ളത്തിന്റെ ഉള്ളിലുള്ളതുകൊണ്ടാണ് മാംഗ്രൂവ്. നീ കാര്യമായിട്ട് പറയാ ഇങ്ങനെയുള്ള എല്ലാ മരങ്ങളും മാംഗ്രൂവ് എന്നാ വിളിക്കുക. വെള്ളത്തിനുള്ളതാണ്, അതായത് മനപ്പൂർവ്വം ഇളക്കുന്നതാണ്. അടുത്ത് എത്തുമ്പോ നമ്മൾ ഇളക്കുന്ന എന്നിട്ട് നീ സാധനം അതാണ് നമ്മള്. പക്ഷെ നമുക്ക് നീന്താൻ കഴിയൂല. ഇത് ഈ മണ്ണില് കാല് വെച്ച് നമ്മൾ അങ്ങനെ മണ്ണിന്റെ അകത്ത് പോകും. അതെ, വീഡിയോ എടുക്കണ്. വീഡിയോ ഒക്കെ അല്ല, ഈ മരത്തിന്റെ ഏറ്റവും ലാസ്റ്റ് നല്ല താഴേക്കാണ്. ഇത് കൊമ്പൊക്കെ ഫോൺ കട്ടല്ലേ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വന്ന ടൈം മഴ പെയ്തതുകൊണ്ട് അതിൻ്റേതായ ഒരു ഭംഗി ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ. ലൈക്ക് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക്, വേറൊരു ലോകത്തേക്ക് എത്തിയ പോലെയാണ്. ഇവിടെയാണ് നമ്മുടെ ദശാവതാര മൂവിയിലെ എൻഡും, അതേപോലെ നമ്മുടെ തുപ്പരിവാലൻ മൂവിയിലുള്ള ഫൈറ്റിംഗ് സീനിൽ ലാസ്റ്റ്, അതൊക്കെ ഇവിടെ നിന്നാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഫോട്ടോ എടുക്കണ്ടേ? ഒരാഴ്ച തരും. നിനക്ക് ഫോണ് വേണോ? ആക്ച്വലി ഇതിൻ്റെ ഉള്ളിലേ മഴയത്ത് വരുമ്പോഴും വെയിലത്ത് വരുമ്പോഴും രണ്ടും 2 ഡിഫറെന്റ് വൈബാണ്. അതങ്ങനെ താഴേക്ക് പോട്ടെ, അതങ്ങനെ താഴെ പോട്ടെ. മോട്ടോർ ബോട്ടാണെങ്കിൽ നമ്മൾ എപ്പോഴോ കഴിഞ്ഞിരുന്നു, അതാ പറഞ്ഞ ഒരു ഇതെടുക്കാൻ. കൊതുക് തിരി കത്തിക്കണ തരുന്നത്.
ആ കത്തിക്കണ്ട് നിറച്ച് കൊതുണ്ട് കേട്ടോ അവിടെ. ചന്ദനത്തിരി കത്തിച്ചു കത്തിച്ച് തരുന്ന് പറയാ. ഇവിടെ മലമ്പാമ്പ് എടുക്ക പിന്നെ പാമ്പ് ഞാൻ കൈയിടാൻ നിൽക്കല്ലേ കൊത്താന്. അങ്ങോട്ട് കുറച്ചും കൂടി പ്രശ്നമാണ്. ആക്ച്വലി ഇവിടെ വരെ നമുക്ക് ബോട്ട് പോകുള്ളൂ. അതിന് ശേഷം തിരിച്ച് നമ്മള് അന്യപുരുഷന്മാരോട് ഞങ്ങള് സലാം വീട്ടൂല. ഒരു ചെറിയ അങ്ങോട്ട് പിരിഞ്ഞോളി. ഈ സ്ഥലത്ത് എത്തുന്ന ടൈമിൽ നമ്മുടെ മുകളിൽ മൊത്തം ഈ കണ്ടൽ ചെടിയായിരിക്കും. അപ്പോൾ നമുക്ക് എത്രത്തോളം മഴ പെയ്യുണ്ടെന്ന് അറിയാൻ പറ്റില്ല. ആക്ച്വലി പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. ഈ സ്ഥലം നിങ്ങൾ തുപ്പരവാലൻ മൂവി കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും മനസ്സിലാകും. അതിൽ ലാസ്റ്റത്തെ ഫൈറ്റിംഗ് സീനൊക്കെ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. എടി നിങ്ങളവിടെ നല്ല ഭംഗിയുണ്ട്. വെറുതെ ഞാൻ വീഡിയോ എടുക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ മഴയുടെ സ്പീഡ് ഇങ്ങനെ കൂടി വരാൻ തുടങ്ങി. അപ്പം എന്തായാലും അയാൾ പറഞ്ഞു തിരിച്ചു പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് പെട്ടെന്ന് തിരിച്ചു. കാരണം ഇത് തുഴഞ്ഞ് പോകണ്ടേ, അവിടെ എത്തണ്ടേ. ഗുഡാണ്, പക്ഷെ നനയാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഗുഡാണ്. അങ്ങനെ നമ്മൾ നനഞ്ഞ് പിണ്ടിയായിട്ട് അവസാനം അവിടെ എത്തി. ഇനി നനഞ്ഞ് വേണം നമ്മൾ 3 മണിക്കൂർ ബസ്സിലിരിക്കാൻ വേണ്ടിയിട്ട്. ജന്ന എന്നെയും കൊടുത്തിട്ട് കയറ്റണേ. ജന്ന എന്നെ அந்த പ്ലാസ്റ്റിക് ഒന്ന് കളയാൻ മുടിയുമോ? എന്ത് കളയാം? അന്റെ തടുക്കുണ്ടോ? ഈ മഴയത്ത് വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഫോണിൽ മൊത്തം വെള്ളം കയറി. നമ്മൾ ബസ്സിൽ കയറിയിട്ട് അതൊക്കെ തുടച്ച് മാറ്റിയിരുന്നു, മറ്റേ സൗണ്ട് എഫക്റ്റ് വെച്ചിട്ടൊക്കെ. ഈ ബസ് ഡയറക്റ്റ് കടലൂർ പോകുന്നതാണ്. ഈ പിച്ചവാരം തൊട്ടിട്ട് കടലൂർ വരെ. ശരിക്കും നമ്മൾ പോണ്ടിച്ചേരി ടു കടലൂരായിരുന്നു വരേണ്ടിയിരുന്നത്. പക്ഷെ നമ്മൾ ചിദംബരത്തോട്ടാണ് പോയത്, നമുക്കറിയില്ലായിരുന്നു. പക്ഷേ നിങ്ങളിനി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ കടലൂർ വന്നിട്ട് അവിടുന്ന് നമുക്ക് പിച്ചവാരം ബസ് കയറണം. ഈ ബസ് പിച്ചവാരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തുടക്കത്തിൽ. അപ്പോൾ നമ്മൾ ഷോളൊക്കെ അവിടെ ഉണക്കാൻ വെച്ചേക്കായിരുന്നു. എല്ലാവരും തണുത്ത് വിറച്ചിരിക്കുകയാണ്. പുറത്താണെങ്കിൽ നല്ല മഴ, നല്ല തണുത്ത കാലാവസ്ഥയാണ്. ഓൾറെഡി നമ്മൾ തണുത്ത് വിറച്ചിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലായിരിക്കും ഈ ഒരു തണുത്ത കാറ്റാണ് മേത്തുക്കൂടെ വീശും. പിന്നെ നമ്മൾ ബാക്കിയുള്ള സ്നാക്സും ഒക്കെ തിന്ന് തീർത്ത് ഫുള്ള് നമ്മൾ ചില്ലായിട്ട് നമ്മൾ പോയി. നമ്മളൊരു 3 മണി ആയപ്പോഴാണ് അവിടുന്ന് കയറിയത്. പിന്നെ നമ്മളൊരു 4:30-5 മണിയൊക്കെ ആയപ്പോഴത്തേനും നമ്മൾ കടലൂരെത്തി. അങ്ങനെ കടലൂർ ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോണ്ടിച്ചേരി കയറി. പോണ്ടിച്ചേരി ബസ്സിൽ നമുക്ക് ഏറ്റവും ലാസ്റ്റത്തെ സീറ്റാണ് കിട്ടിയത്. അതാണെങ്കിൽ ഇങ്ങനെ ചാടുന്നൊരു ബസ്. അതിന് ഡോറില്ല ഗൈസ്. ഡോറില്ലാത്തതുകൊണ്ട് ഓൾറെഡി നനഞ്ഞ് കുളിച്ചിരിക്കുന്ന ഞങ്ങളെ മേത്തേക്ക് തണുത്ത കാറ്റും മഴയായിരുന്നു ഫുള്ള്. അങ്ങനെ അവസാനം പോണ്ടിച്ചേരി എത്തി. അവിടെ നിന്ന് നമ്മുടെ കാലപ്പേട്ട നമ്മുടെ യൂണിവേഴ്സിറ്റിക്കുള്ള ബസ്സും കയറി. നമുക്ക് അപ്പോഴത്തേനും സീറ്റും കിട്ടി. അങ്ങനെ എല്ലാവരും നല്ല രീതിക്ക് ടയേർഡായിരിക്കുമായിരുന്നു. പോയി ചെന്ന് ഡ്രസ്സ് മാറ്റി കിടന്ന് ഉറങ്ങിയാൽ മതി എന്നുള്ളതല്ലേ, അത്രയ്ക്ക് തണുത്ത് വിറച്ചിരിക്കുകയാണ് എല്ലാവരും. അങ്ങനെ 6:30 ആയപ്പോഴത്തേനും നമ്മൾ യൂണിവേഴ്സിറ്റിയിലെത്തി. നമ്മൾ നേരെ ഉള്ളിലേക്ക് കയറി ഒരു മാഗി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. തണുപ്പത്ത് മാഗി കഴിക്കാൻ നല്ല രസമല്ലേ. അപ്പോൾ ഒരു മാഗി വാങ്ങിച്ച് നമ്മൾ നേരെ സ്കൂട്ടർ ആണെങ്കിൽ ആ തട്ടത്തായി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് ഇവിടെ സൈഡിൽ വെക്കാൻ പറ്റില്ല പറഞ്ഞിട്ട് അറ്റത്ത് കൊണ്ടുപോയി വെച്ചേ. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് സ്കൂട്ടർ എനിക്ക് കഷ്ടപ്പെട്ടെടുത്ത് നമ്മൾ നേരെ റൂമിലോട്ട് വിട്ടു. സ്കൂട്ടറിൽ പോകുമ്പോഴൊക്കെ തണുത്ത് വിറക്കിയായിരുന്നു. ഓൾറെഡി തണുത്ത് പിണ്ടിയായിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഈ ഒരു സ്കൂട്ടറിൽ സ്പീഡിൽ പോകുമ്പോൾ ഈ തണുത്ത കാറ്റാണ് മേത്തുകൊണ്ട് അടിക്കണം. എൻ്റെ പൊന്നാരേ. അങ്ങനെ നമ്മൾ അവസാനം നമ്മുടെ ഹോസ്റ്റലിൽ എത്തി. നേരെ പോയി ഡ്രസ്സ് മാറി കിടന്നുറങ്ങുക. അപ്പോഴത്തേനും ഇവിടെ ഒരാൾക്ക് തുമ്മലൊക്കെ പിടിച്ച് ആകെ സെറ്റായിരിക്കുകയാണ്. നാളത്തേക്ക് എന്തായാലും ഒരു തീരുമാനമായിട്ടുണ്ട്. ഞാൻ വേഗം പോയി ഡ്രസ്സ് മാറട്ടെ. ബൈ.